നെഞ്ചുവേദന അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള ശ്വാസം മുട്ടൽ ആളുകൾക്ക് വരാൻ തുടങ്ങിയാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു TMT ടെസ്റ്റാണ്, ട്രെഡ്മിൽ ടെസ്റ്റ്, അതായത് എക്സർസൈസ് ടോളറൻസ് ടെസ്റ്റ്. അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുമില്ല, പല ഹോസ്പിറ്റലുകളിലും ഉണ്ട്. അത് ഞാനിവിടെ ഈ 35 മണിക്കൂറിന്റെ ഫുൾ കോസ്റ്റായിട്ട്, ടോട്ടൽ കോസ്റ്റായിട്ട് ചാർജ് ചെയ്യണത് 1,30,000 രൂപയാണ്. ആലുവയിലെ ഹൃദയ കെയർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എ പിള്ളൈ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒന്നും കൂടാതെ മറ്റൊരു ചികിത്സയാണ് EECP. ഡോക്ടർ, ഈ EECP ചികിത്സയെ കുറിച്ചിട്ട് പലരും കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ഒക്കെ തന്നെയാണ് ചികിത്സകൾ. EECP എന്താണ് എന്നൊന്ന് പറയാം. EECP എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് ഫോം ആണ്, എൻഹാൻസ്ഡ് എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. കൗണ്ടർ പൾസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ട് പമ്പ് ചെയ്യുന്നത് ഹാർട്ടിൽ നിന്ന് പുറത്തേക്കാണ് ബ്ലഡ് പൾസേറ്റ് ചെയ്യുന്നത്. അതിന്റെ നേരെ വിപരീതമായിട്ട് താഴത്ത് നിന്ന് ഹാർട്ടിന്റെ സൈഡിലേക്ക് പൾസേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കൗണ്ടർ പൾസേഷൻ എന്ന് പറയുന്നത്. അത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യാത്ത സമയത്ത് തിരിച്ച് ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ് ഈ ECP എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും ഈ ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ, പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ശ്വാസം മുട്ടുന്ന പോലെ, ചിലർക്ക് ചെറിയ ചെറിയ ഇടവിട്ടുള്ള വേദന. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഒരു ആൻജിയോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിയുമ്പോൾ ഈ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? എപ്പോഴാണ് ഈ ചികിത്സ തുടങ്ങേണ്ടത്? നെഞ്ചുവേദന അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള ശ്വാസം മുട്ടൽ ആളുകൾക്ക് വരാൻ തുടങ്ങിയാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു TMT ടെസ്റ്റാണ്, ട്രെഡ്മിൽ ടെസ്റ്റ്, അതായത് എക്സർസൈസ് ടോളറൻസ് ടെസ്റ്റ്. അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുമില്ല, പല ഹോസ്പിറ്റലുകളിലും ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ ഒരു മോറോർലെസ് വലിയ കുഴപ്പമില്ല എന്ന് കരുതാം. ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ TMT ടെസ്റ്റ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോ ECGയിൽ വേരിയേഷൻ കണ്ടില്ലെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ ജീവിത രീതി എല്ലാം മാറിയത് കൊണ്ട്, അതായത് എക്സസൈസ് കുറവ്, ഒബേസിറ്റി കുറച്ചുകൂടിയിട്ടുണ്ട്, ഭക്ഷണ രീതി വളരെ മോശമായിട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആള് ഒരു എക്സസൈസ് ടോളറൻസ് ടെസ്റ്റ്, അതിനാണ് TMT എന്ന് പറയുന്നത്, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും 40 വയസ്സ് കഴിഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് പറ്റുമെങ്കിൽ TMT ടെസ്റ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിലാണ് ആൻജിയോഗ്രാമിലേക്കൊക്കെ പോവുള്ളൂ. ആൻജിയോഗ്രാം നമ്മളുടെ വലിയ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ്. അത് ഒരു മൂവി എക്സ്റേ ആണ്. കാലിൽ കൂടെ അല്ലെങ്കിൽ കയ്യിൽ കൂടെ ഒരു കാത്തറ്റർ കടത്തി വിട്ടിട്ട് ഈ ഹാർട്ടിന്റെ ആർട്ടറികളിൽ കൂടി ഡൈ ഇഞ്ചക്ട് ചെയ്ത് അത് എവിടെയെങ്കിലും പോകുന്നതിന് തടസ്സമുണ്ടോ എന്ന് നോക്കുന്ന മൂവി എക്സ്റേ ആണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ അത് മെയിൻ വലിയ ആർട്ടറികളിലുള്ള ബ്ലോക്കുകളെ മാത്രമേ കാണിക്കുള്ളൂ. ചെറിയ ആർട്ടറികളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൽ കാണാനും പറ്റില്ല. അത് കഴിഞ്ഞിട്ടാണ് നിശ്ചയിക്കുന്നത് ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന കേസാണോ, അത് സർജറി, ബൈപ്പാസ് സർജറി ചെയ്യേണ്ട ഇതാണോ എന്നുള്ളത് നോക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ECP ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഇല്ലാതെ സ്വന്തം ഹൃദയത്തെ കൊണ്ട് ഈ ബ്ലോക്കുകളെ ചുറ്റി സ്വന്തമായിട്ടുള്ള നാച്ചുറൽ ബൈപ്പാസ് ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അത് ഏത് സമയത്തും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണിത്. എങ്കിലും കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള പേഷ്യൻസിന്, അതായത് സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ, ഹാർട്ട് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതിരി ഒരു സീരിയസ് പ്രൊസീജിയറാണ്. ഈ ECP ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ തിരിച്ചുവിടുന്ന രക്തം തിരികെ ഇതുപോലെയാണത് ചെയ്യുന്നത്. ഈ 3 കഫ്സ് കാലിൽ കെട്ടിയിട്ട് അത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യാത്ത സമയത്ത് സീക്വൻഷ്യലായിട്ട് താഴത്തു നിന്ന് മുകളിലേക്ക് സ്ക്വീസ് ചെയ്യും. അപ്പൊ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് രക്തം തിരികെ ഹാർട്ടിലേക്കും ഹാർട്ടിന്റെ ധമനികളിലേക്കും എല്ലാ ഭാഗത്തേക്കും, ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും പോയി ഈ ആർട്ടറിയെ, ബ്ലോക്കുള്ള ആർട്ടറിയെ ചുറ്റി സ്വന്തമായിട്ടുള്ള, അതായത് നാച്ചുറൽ ബൈപ്പാസസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്, അത് സ്ലോ ആണ്. നമ്മൾ ആ സ്ലോ പ്രോസസ്സിനെ കുറച്ച് സ്പീഡപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ വീക്കായിട്ടുള്ള ഹാർട്ട് കുറച്ചും കൂടി ബെറ്റർ ആവും. ഇപ്പൊ കാണിക്കുന്നത് ഈ ഇത് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുമ്പോഴുള്ള
കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നത്. ഇപ്പൊ ഹാർട്ട് രക്തം കിട്ടാതെ വരുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വലുതായിട്ട് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകും. അതൊന്നും ചെയ്യാതിരിക്കുന്ന പേഷ്യന്റിന്റെ കാര്യമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടൊരു ഇത് ഉണ്ടാക്കിയെടുക്കുന്നു, ബൈപ്പാസ് ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മളിപ്പോ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ ബ്ലോക്കുള്ള ആർട്ടറിയുടെ മറ്റു വശത്തേക്ക് ഒരു ആർട്ടിഫിഷ്യൽ വഴി ഉണ്ടാക്കി കൊടുക്കണം, ബൈപ്പാസ് ചെയ്യുന്നു. ഇപ്പൊ ഇന്റേണൽ മെമ്മറി ആർട്ടറി അല്ലെങ്കിൽ കാലിൽ നിന്ന് വെയിൻ എടുത്ത് ഒരു അറ്റം അയോട്ടയിൽ നിന്നും മറ്റേ അറ്റം ആ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കും തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബൈപ്പാസ് ചെയ്യണം, റോഡ് പോലെ തന്നെ. ആൻജിയോപ്ലാസ്റ്റി ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുകൂടി ഒരു ബലൂൺ വെച്ച് അതിനെ വികസിപ്പിച്ച് ഈ ബ്ലോക്കുള്ള ഭാഗത്തെ വികസിപ്പിച്ച് വലുതാക്കിയിട്ട് അത് തിരികെ വരാതിരിക്കാനായിട്ട് വയ്ക്കുന്നതാണ് സ്റ്റെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബോഡിയുടെ കഴിവിനെ ഉപയോഗിച്ച് സ്വന്തം ഈ ഹാർട്ടിനെ കൊണ്ട് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു, ഈ പുതിയ കൊളാട്രൽസ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ ഓൾറെഡി നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും കൊളാട്രൽസ്, അത് ഉള്ള കൊളാട്രൽസ് വലുതാവുകയും പുതിയത് ഉണ്ടാകുകയും വരികയും ആൻജിയോജെനസിസ് ഉണ്ടാകുന്നതാണ്. ഇത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തതാണ്. നെഞ്ചുവേദന അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള ശ്വാസം മുട്ടൽ ആളുകൾക്ക് വരാൻ തുടങ്ങിയാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു TMT ടെസ്റ്റാണ്, ട്രെഡ്മിൽ ടെസ്റ്റ്, അതായത് എക്സർസൈസ് ടോളറൻസ് ടെസ്റ്റ്. അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുമില്ല, പല ഹോസ്പിറ്റലുകളിലും ഉണ്ട് അത്. ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ ഒരാള് ഡോക്ടറെ അടുത്ത് വരികയാണ്, ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞ ഒരാള്, അയാൾക്ക് പ്രത്യേകിച്ച് ഹൃദ്രോഗ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഇത് എത്രത്തോളം ഫലപ്രദമായിരിക്കും, ചെയ്താൽ എന്ത് ഗുണങ്ങളെല്ലാമാണ് ഉണ്ടാവുക? അല്ല, ഇത് ഇപ്പൊ അസുഖമില്ലാത്ത ആളുകൾക്കും ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ആർട്ടറികളിൽ, ഹാർട്ടിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല, ബാക്കിയുള്ള ആർട്ടറികളിലൊക്കെ കുറേശ്ശെ എന്തെങ്കിലും ചുരുക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയസ്സിന്റെ ഇതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ ഈ ബ്ലോക്കുകൾ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയെല്ലാം ഈ നാച്ചുറൽ ബൈപ്പാസുകൾ ഉണ്ടായി വരും. അപ്പൊ നമ്മൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും ഫ്രഷ്നെസ്. ഇവൺ 1 മണിക്കൂർ അവിടെ ചെയ്താൽ തന്നെ ആ ഫീൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനൊക്കെ ബെറ്റർ ആവും. ബ്രെയിനിലെ ഓരോരോ ചെറിയ ചെറിയ ബ്ലോക്കുകളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല, അത് ടെസ്റ്റ് ചെയ്ത് നടക്കാൻ പറ്റില്ല എല്ലാ ഓർഗൻസിനും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ഫ്രഷ്നെസ്, ഒരു എന്താ പറയാ, ടോട്ടൽ റീജുവനേഷൻ ഇഫക്റ്റ് ഉണ്ട് അതിന്. പിന്നെ പ്രൊഫിലാക്സിസ് ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാം, എന്ന് വെച്ചാൽ വരുന്നതിന് മുമ്പ് തന്നെ പുതിയ ആർട്ടറികൾ ബൈപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് വരാതിരിക്കുമല്ലോ. അതെ ഡോക്ടർ, ഈ പ്രൊസീജിയർ എന്താണെന്നൊന്ന് പറയാം, എത്ര സമയം എടുക്കും ഇത് ചെയ്യാൻ? പ്രൊസീജിയർ ഈ ഒരു മിഷ്യനാണ്, ഈ ബെഡാണ് ഒരു മിഷ്യൻ ആക്ച്വലി. അത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തതാണ്, അവിടെ നിന്ന് ഇമ്പോർട്ടഡ് മിഷ്യനാണ്. അതിൽ കിടക്കണം. നമ്മൾ കിടക്കുമ്പോൾ കാലിന്റെ ഈ കാണിക്കുന്ന പോലെ കാലിന്മ മുട്ടിന് താഴെ തുടയിലും ബട്ടക്സിന് ചുറ്റിയിട്ടും 3 കഫ്സ് കെട്ടും, ഈ BP-ക്ക് കെട്ടുന്ന പോലത്തെ വലിയ കഫ്സ്. എന്നിട്ട് അത് ഹാർട്ട് അടിക്കാത്ത സമയം, അതായത് റീഫിൽ ചെയ്യുന്ന സമയത്ത് മാത്രം അത് സീക്വൻഷ്യലായിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് സ്ക്വീസ് ചെയ്യും, പീച്ചും. അതായത് മിൽക്ക് ചെയ്യുന്ന ഒരു ഇഫക്റ്റ്, അരയ്ക്ക് താഴെയുള്ള ബ്ലഡിനെ മുഴുവൻ മുകളിലേക്ക് തള്ളും. അതുകൊണ്ടാണ് കൗണ്ടർ പൾസേഷൻ എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ തള്ളുകയാണ് ചെയ്യണത്, പക്ഷെ ഹാർട്ട് അടിക്കാത്ത സമയത്ത്, അതായത് ഡയസ്റ്റോളിക് ടൈം എന്ന് പറയും. ഹാർട്ട് അടിക്കുന്ന സമയത്താണ് നമ്മളുടെ BP ഫോർ എക്സാമ്പിൾ 130, 120 എന്നൊക്കെ പറയുന്നത്. അടിക്കാത്ത സമയത്തുള്ളതാണ് 70, 80 എന്നൊക്കെ പറയുന്നത്, അതായത് അതിന്റെ അകത്തുള്ള പ്രഷർ. ആ സമയത്ത് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അടുത്ത ഹാർട്ട് ബീറ്റ് വരുന്നതിന് മുമ്പ് ഇത് 3ഉം കൂടി തുറന്നു കൊടുക്കും, 3 കഫ്സും കൂടി. അപ്പൊ ഒരു റിലീസിങ് ഇഫക്റ്റ് വരും, വീക്ക് ഹാർട്ടിന് അടിക്കാനായിട്ടൊരു ഈസി ആവുകയും ചെയ്യും. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട്? അത് ഓട്ടോമാറ്റിക് ആണ്, ECG കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ 1 മണിക്കൂർ ഒരു ദിവസം വെച്ചിട്ട് 35 മണിക്കൂർ ചെയ്യണമെന്നാണ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈൻസ്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് മുഴുവൻ ചെയ്യുന്നത്. 35 ദിവസം കൊണ്ടായിരിക്കും 1 മണിക്കൂർ ഒരു ദിവസം. സമയം ഒട്ടുമില്ലാത്ത ആളുകൾക്ക് 2 മണിക്കൂർ ഒരു ദിവസം ചെയ്യാം, വിത്ത് എ ഗ്യാപ്പ് ഓഫ് 1 hour. 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട്. അതിൽ കൂടുതൽ ചെയ്തിട്ട് പ്രയോജനമില്ല. എന്നുവെച്ചാൽ നമ്മുടെ ബോഡിക്ക് വേറെ ആർട്ടറികൾ ഉണ്ടാക്കാനുള്ള സമയം കൊടുക്കണം. ബോഡിക്ക് ഓൾറെഡി ഉണ്ട് പവർ. അപ്പൊ അതിന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ ബെറ്റർ ആവും, ഹോർമോൺസ് പുറപ്പെടുവിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടായി വരാനായിട്ട് കുറച്ച് സമയമാണ്. അതുകൊണ്ട് 1 hour പെർ ഡേ, 1 മണിക്കൂർ ഒരു ദിവസം, അങ്ങനെ 35 ദിവസം ചെയ്യണം. നടന്നു പോവാം, ക്ഷീണമൊന്നുമില്ല അത് ചെയ്യുന്ന സമയത്ത്.
ഇപ്പൊ ഈ 1 hour ഡോക്ടറുടെ പ്രസൻസിൽ തന്നെയാണോ ഇത് ചെയ്യുന്നത്? ഡോക്ടർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്റെ എല്ലാ സമയത്തും എന്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതും ആദ്യം ഒരു സീരിയസ് ഫുൾ കൺസൾട്ടേഷൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ ഇത് വച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കേസാണോ എന്നുള്ളത് ആദ്യം നിശ്ചയിക്കണം. എന്നുവെച്ചാൽ ഇത് ഇപ്പൊ ഒരു എമർജൻസി കേസ് ആണെന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആളെ ഈ 35 മണിക്കൂർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പൊ അത് ഉടനെ തന്നെ മാറ്റാൻ പറ്റുന്ന ആളെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്യണം. പിന്നെ ഏത് ഭാഗത്താണ് ബ്ലോക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് സീരിയസ്നെസ് ഡിസൈഡ് ചെയ്യണം. അത് ഞാൻ തന്നെ നോക്കി ഡിസൈഡ് ചെയ്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാവും അടുത്ത് തന്നെ, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. ഡോക്ടർ, ഈ ഓപ്പറേഷൻ ഇതിന് എത്ര രൂപ ചെലവ് വരും? ഈ ഒരു ഇത് ഞാൻ ഇവിടെ ഈ 35 മണിക്കൂറിന്റെ ഫുൾ കോസ്റ്റ് ആയിട്ട് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യണത് 1,30,000 രൂപയാണ്. എത്ര ടൈം എടുക്കും ഇത്? ഒരു ദിവസം 1 മണിക്കൂർ വന്നിട്ട് അഡ്മിറ്റ് ചെയ്യണ്ട, വന്നിട്ട് തിരിച്ചു പോവാം, വീട്ടിലേക്ക് പോവാം, വീട്ടിൽ താമസിക്കാം. അല്ലെങ്കിൽ ദൂരത്തുനിന്ന് വരുന്നവർ ഇവിടെ റൂം എടുത്തിട്ടാണ് താമസിക്കുന്നത്. എത്ര ദിവസം? 35 ദിവസം, 35 മണിക്കൂർ. 35 മണിക്കൂർ. അതെ, കണ്ടിന്യൂസ് അടുത്തടുത്ത ദിവസങ്ങളാണോ? ഞങ്ങൾ തിങ്കൾ ടു ശനി വർക്കിംഗ് ആണ്. ഇപ്പൊ ഒരു ദിവസം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് വന്നില്ല വെച്ചാൽ കുഴപ്പമില്ല. അമേരിക്കയിലെ മൺഡേ ടു ഫ്രൈഡേ ആണ്, അതായത് 5 ദിവസം വീക്കിലാണ് അവർ വെച്ച് ചെയ്യുന്നത്. ഞാൻ 6 ദിവസമുണ്ട്, ഞായറാഴ്ച ഹോളിഡേ ഇവിടെ. അപ്പൊ സാറ്റർഡേ സൺഡേ അത് മുടങ്ങിയിട്ട് പിന്നെ അതുകൊണ്ടൊന്നും അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടുതൽ 2-3 ദിവസത്തിൽ കൂടുതൽ ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് മിക്കവാറും ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഉള്ള ചികിത്സാ സൗകര്യം ഉള്ളതിന്റെ അടുത്ത് താമസിക്കുന്നതൊക്കെ തന്നെ. എന്റെ അടുത്ത് വരുന്ന ആളുകള് റൂം എടുത്തിട്ട് പുറത്ത് റൂം എടുത്തിട്ട് താമസിക്കണം. അപ്പൊ ഡോക്ടർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ യാത്ര ചെയ്യുന്നതിനൊക്കെ കുഴപ്പമുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റും, കൂടുതലാക്കാൻ പറ്റില്ല. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.